ഹലോ കൂട്ടുകാരെ, നിങ്ങളുടെ അവിടെ മഴയുണ്ടോ? നമുക്ക് ഈ മഴയത്ത് നല്ല ചൂടുള്ള ഉള്ളിവട കഴിച്ചാലോ? നമുക്ക് എങ്ങനെയാ അത് ഉണ്ടാക്കണ്ടേന്ന് നോക്കാം. ഉള്ളിവട ഉണ്ടാക്കാനായി ഇവിടെ 3 മീഡിയം സൈസ് സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല തിന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് നമുക്ക് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായി തിരുമ്പിയെടുക്കാം. സവോളയിൽ ഉപ്പ് ഇട്ട് തിരുമ്പുമ്പോൾ അതിലെ വെള്ളം നന്നായി ഇറങ്ങി വരും. ഇനി ഇതിലേക്ക് ആവശ്യമായ ഇഞ്ചി, പച്ചമുളക്, വേപ്പില എന്നിവ ചേർത്ത് നന്നായി തിരുമ്മിയെടുക്കാം. ഇവയെല്ലാം ചേർത്ത് നമുക്ക് 1-2 മിനിറ്റ് ഇത് നന്നായി തിരുമ്മിയെടുക്കാം. തിരുമ്മിയെടുത്തതിന് ശേഷം 15 മിനിറ്റ് നമുക്ക് ഇത് മാറ്റി വയ്ക്കുമ്പോൾ സവോളയിൽ നിന്നുള്ള വെള്ളം ഊർന്നു വരും. അപ്പോൾ പിന്നെ മൈദയും കടലമാവും ഇട്ട് തിരുമ്പുമ്പോൾ നമ്മൾ വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. സവാളയിലെ വെള്ളം നന്നായി ഊർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. കുറച്ച് പെരുംജീരകം നന്നായി പൊടിച്ചത്, മുളക് പൊടി 1 ടീസ്പൂൺ, 4 ടേബിൾ സ്പൂൺ മൈദ, 4 ടേബിൾ സ്പൂൺ കടലമാവ്. ഇവയെല്ലാം നമുക്ക് നന്നായി തിരുമ്മിയെടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. ഭയങ്കര ഡ്രൈ ആയിപ്പോയി എന്ന് തോന്നിയാൽ മാത്രം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇത് തിരുമ്മിയെടുക്കാം. ഇവിടെ എനിക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യം വന്നില്ല. നേരത്തെ ചേർക്കാൻ വിട്ടുപോയതാണ്. നല്ലൊരു ഫ്ലേവറിനും സ്മെല്ലിനും വേണ്ടി ഇതിലേക്ക് കായം പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഉള്ളിവട മൊരിയിച്ചെടുക്കാനായി പാനിലേക്ക് എണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയോ മറ്റു കുക്കിംഗ് ഓയിലുകളോ നമുക്ക് ചേർക്കാവുന്നതാണ്. എണ്ണ ചൂടാവുമ്പോൾ സവോള വട്ടത്തിൽ പരത്തി നമുക്ക് എണ്ണയിലേക്ക് ഇടാം. ഉള്ളിവട ചെറുതായി ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ നമുക്കത് മറിച്ചിടാം. പലർക്കും പല ടേസ്റ്റുകളാണ് ഇഷ്ടം. നന്നായി മുരിയേണ്ടവർക്ക് ഇത് കുറച്ചും കൂടി ഡാർക്ക് ബ്രൗൺ ആവുന്നത് വരെ വെയിറ്റ് ചെയ്ത് മറിച്ചിടാവുന്നതാണ്. 2 സൈഡും മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. സ്വാദിഷ്ടമായ ഉള്ളിവട ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.